തീൻമേശയിലായാലും വിപണിയിലായാലും പച്ചക്കറികൾക്കൊപ്പം തന്നെ സ്ഥാനമുള്ള വിഭവമാണ് മീൻ. മത്സ്യോപഭോഗത്തിൽ ലക്ഷദ്വീപും ഗോവയും കഴിഞ്ഞാൽ 3ാം സ്ഥാനം അലങ്കരിക്കുന്നത് കേരളമാണ്. കടൽ മത്സ്യത്തിനും ശുദ്ധജല മത്സ്യത്തിനും അതിന്റേതായ വിപണി ഇന്ത്യയിലുടനീളമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കിയാൽ മത്സ്യസമ്പത്തിൽ ഗണ്യമായ കുറവ് നേരിട്ടതായി കാണാം. ആഗോള താപനവും പ്ലാസ്റ്റിക് മാലിന്യവും കപ്പലിൽ നിന്നും പുറന്തള്ളുന്ന ദോഷകരമായ ഇന്ധനവാതകങ്ങളുമാണ് കടലിൽ വില്ലനാകുന്നതെങ്കിൽ വയൽ നികത്തലും കായൽ കയ്യേറ്റവും കണ്ടൽക്കാടുകളുടെ നശീകരണവുമാണ് ശുദ്ധജല മത്സ്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണം. മത്സ്യകൃഷിയെ പരിപോഷിപ്പിക്കാനും ജനകീയമാക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കർഷകരുടെ കൂട്ടായ്മയും ചേർന്ന് രൂപം നൽകിയ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഈ പദ്ധതി വിജയകരമായി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിലെ 92 പഞ്ചായത്തുകളിൽ 88 പഞ്ചായത്തിലും ഒരു നെല്ലും ഒരു മീനും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം ഫിഷറീസ് വകുപ്പ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ മീൻ കൃഷിക്ക് യോഗ്യമായ കുളങ്ങൾ, പാടങ്ങൾ, പുഴകൾ എന്നിവ കണ്ടെത്തി ഗവേഷണം നടത്തിയ ശേഷമാണ് യോജിച്ച മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത്. നല്ല നിലയാണ് മത്സ്യസമൃദ്ധി എന്ന പദ്ധതി മലപ്പുറത്ത് നടന്നു പോകുന്നത്. ഏതാണ്ട് 99 പഞ്ചായത്തുകളുള്ള മലപ്പുറത്ത് 88 പഞ്ചായത്തുകളിലും മത്സ്യസമൃദ്ധി എന്ന പദ്ധതി നടന്നു വരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫിഷറീസ് വകുപ്പും കൈകോർത്തുകൊണ്ട് ആണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്കിലേ ഇത് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മത്സ്യസമൃദ്ധി പദ്ധതിക്ക് നമുക്കൊരു പഞ്ചായത്ത് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്, PLSC എന്ന് പറയും. അതിൻ്റെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെ അവിടുത്തെ വാർഡ് പഞ്ചായത്ത് സെക്രട്ടറിയും 2 കർഷകരും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു അക്വാകൾച്ചർ കോർഡിനേറ്റർ 4000 രൂപ പ്രതിമാസം നൽകി പോസ്റ്റ് ചെയ്യുന്ന അക്വാകൾച്ചർ കോർഡിനേറ്ററും നമ്മുടെ ഒരു ജീവനക്കാരനും അധികം ഫിഷറി സബ് ഇൻസ്പെക്ടറായിരിക്കും കൺവീനറുമായിക്കൊണ്ടാണ് പഞ്ചായത്ത് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി. അവിടെ ആ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ അംഗം ചേർന്ന് അവിടുത്തെ ജലാശയങ്ങളെ ജലസ്രോതസ്സുകളെ കണ്ടെത്തുന്നു. അതിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യും. ഉപയോഗമില്ലാതെ കിടക്കുന്ന കുളങ്ങളിലും പാടങ്ങളിലുമാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ പ്രജനനം നടത്തുന്നത്. അവയെ തടയാനും ഇല്ലാതാക്കാനും മീൻ വളർത്തൽ കൊണ്ട് കഴിയും. ഈ പദ്ധതിയുടെ സഹായത്തോടെ മത്സ്യകൃഷിയിൽ വിജയം കൊയ്ത 2 കർഷകരാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഗ്രാമനിവാസികളായ ഷാജുവും അബ്സിറും. 15 ഏക്കർ കോളനിലത്തിലാണ് നമ്മൾ ഈ കൃഷി എടുക്കുന്നത്. ഇത് കായലിനോട് ചേർന്നത് കൊണ്ട് നമുക്ക് ശുദ്ധജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മളിതിൽ ശുദ്ധജല മത്സ്യങ്ങളാണ് ഇതിൽ കൃഷി ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൽ കാർപ്പ് മത്സ്യങ്ങളാണ് ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. കട്ടല, റോഹു, ഗ്രാസ്, മൃഗാൽ തുടങ്ങിയ മത്സ്യങ്ങൾ, കാർപ്പ് മത്സ്യങ്ങളും പിന്നെ നട്ടർ, വാള, തിലാപ്പിയ തുടങ്ങിയ മറ്റു മത്സ്യങ്ങളുമാണ് ഇതിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ വളർച്ച നമുക്കിതിൽ 8 മാസമാണ് ഇതിൻ്റെ വളർച്ച കിട്ടുന്നത്. നമ്മളിതിന് ഒരു 2 മാസത്തോളം നമ്മളിതിൽ നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്ത് ഇതിൽ ഫീഡിങ് കറക്റ്റ് ചെയ്ത് അതിൻ്റെ വളർച്ചയൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് 2 മാസം വളർച്ച കിട്ടിയ ശേഷം ഒരു 50 ഗ്രാമിൻ്റെ മേലെ ആയതിനു ശേഷമാണ് ഇതിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് നമ്മൾ തുറന്നു വിടുന്നത്. അതിനുശേഷം ഇത് നാച്ചുറലായിട്ടുള്ള ഫീഡാണിത് നമ്മൾ കായൽ ജലാശയത്തിൽ നിന്ന് എടുക്കുന്നത്. തികച്ചും നമ്മൾ ഫീഡ് കൊടുക്കാതെ തന്നെ നമ്മളിതിൽ അത്യാവശ്യം 1.5 കിലോ മുതൽ 2 കിലോ വരെ തൂക്കം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 5 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത ഇവർ 2010 പ്രവാസി ജീവിതം മതിയാക്കി തിരിച്ചു വരികയായിരുന്നു. തിരികെ വന്ന അവർ ആദ്യം ഡയറി ഫാമാണ് തുടങ്ങിയത്. അതിന്റെ കൂടെ തന്നെ ഒരേറോളം വരുന്ന പാടത്ത് നെൽകൃഷിയും പരീക്ഷിച്ചു. നെൽകൃഷി കഴിഞ്ഞ പാടം വെറുതെ കിടക്കേണ്ട എന്നോർത്താണ് കൊയ്ത്തു കഴിഞ്ഞ ഉടൻ പരീക്ഷണാടിസ്ഥാനത്തിൽ മീൻ വളർത്തി നോക്കിയത്. അത് ലാഭവും വിജയവുമായി. 1.5 അടം നെൽ മീൻ കൃഷി ചെയ്യാൻ തീരുമാനിച്ച ഇവർ ഡയറി ഫാം നിർത്തലാക്കി ഇതിലേക്ക് സജീവമായി തിരിഞ്ഞു. അവർ ആദ്യം ചെയ്തത് കൃഷി വികസിപ്പിക്കാനായി സ്ഥലം പാട്ടത്തിനെടുക്കുകയായിരുന്നു.
കായലിനോട് ചേർന്ന് കിടക്കുന്ന 15 ഏക്കർ കോൾ നിലമാണ് ഇവർ പാട്ടത്തിനെടുത്ത് മീൻ കൃഷി നടത്തുന്നത്. കേരളത്തിലെ ഉൾനാടൻ മത്സ്യോൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് മത്സ്യസമൃദ്ധി പദ്ധതി. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2012-15 കാലയളവിൽ നടപ്പിലാക്കി കഴിഞ്ഞു. ഇതിൽ നിന്ന് തന്നെ ഉൾനാടൻ മത്സ്യോൽപാദനം 1.5 ലക്ഷം ടണ്ണിൽ നിന്ന് 2 ലക്ഷം ടണ്ണിലേറെയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ രണ്ടാം ഘട്ട മത്സ്യസമൃദ്ധി പദ്ധതിയുടെ രണ്ടാം ഘട്ടം 2015-16 വർഷം മുതൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ശുദ്ധജല ഊരുജല വിവിധ രീതിയിലുള്ള ശുദ്ധജല ഊരുജല കൃഷി രീതികൾക്കായി ഈ പദ്ധതി വഴി സൗജന്യമായി മത്സ്യക്കുഞ്ഞുങ്ങളെയും മറ്റു രീതിയിലുള്ള ധനസഹായം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയൊക്കെ നൽകി വരുന്നുണ്ട്. ഇതുകൂടാതെ കർഷകർക്ക് സൗജന്യമായി ട്രെയിനിങ്ങും മറ്റു ബോധവൽക്കരണ പരിപാടികളും കൂടി നടത്തി വരുന്നുണ്ട്. നെൽവയലുകളിലെ മത്സ്യകൃഷി എന്നത് എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഈ തൃശ്ശൂർ, മലപ്പുറം മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ കോൾനിലങ്ങൾ നെല്ലുൽപാദനത്തിനും അതുപോലെ തന്നെ മത്സ്യോൽപാദനത്തിനും വളരെ പ്രശസ്തമാണ്. 10,000 ഹെക്ടറോളം വരുന്ന തൃശ്ശൂർ കോൾനിലങ്ങളും 5,000 ഹെക്ടറോളം വരുന്ന പൊന്നാനി കോൾനിലങ്ങളിലും ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നടന്ന ഈ വിളവെടുപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കേരളത്തിൻ്റെ ഇതര ജില്ലകളിൽ നിന്നും ഏകദേശം ഈ നെൽവയലുകളിൽ നിന്ന് തന്നെ 1 ഹെക്ടറിൽ നിന്ന് തന്നെ 1 ടണ്ണിലേറെ കാർപ്പ് മത്സ്യങ്ങൾ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ ഈ നെൽകർഷകർക്ക് ഇത് വലിയൊരു ആദായം കൂടിയാണ്. കൂടാതെ ഈ നെല്ലുൽപാദനത്തിന് ഈ മത്സ്യകൃഷി വളരെ അധികം സഹായം ചെയ്യുന്നുണ്ട്. നെൽകൃഷി മത്സ്യകൃഷി നെൽകൃഷിക്കും ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ ഒരു നെല്ലും ഒരു മീനും എന്നു പറഞ്ഞു വരുന്ന സംയോജിത കൃഷി രീതി എന്നുള്ളത്. വർഷത്തിൽ 1.5 ലക്ഷം രൂപയ്ക്കാണ് 15 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തിരിക്കുന്നത്. മീനുകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇവിടെ മീൻ കൃഷി ചെയ്യാൻ ഇവർ തീരുമാനിച്ചത്. 1 സെന്റിന് 40 മീൻ കുഞ്ഞുങ്ങൾ എന്ന കണക്കിലാണ് വിതരണം ചെയ്യുന്നത്. ഇവർക്ക് ഇതുവരെ 37,500 കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തതായി ഫിഷറീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരു ഹെക്ടറിന് 10,000 രൂപ മീൻ തീറ്റയ്ക്ക് സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് അനുവദിക്കുന്നുണ്ട്. പെട്ടെന്ന് വളരുന്നതും ഡിമാൻഡ് കൂടുതലുള്ള മീനുകളായ കരിമീൻ, വാള, കട്ല, രോഹു, നട്ടർ, മൃഗാൾ, സിലോപ്പിയ, കണ്ണൻ, ഗ്രാസ് കാർ, സൈപ്രസ് മുതലായ മീനുകളെയാണ് ഇവർ വളർത്തുന്നത്. പ്രത്യേകിച്ച് ഗ്രാസ് കാർ പോലത്തെ മത്സ്യങ്ങൾ 1.5 കിലോ മുതൽ 2 കിലോ വരെ ഈ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ ഒരു നല്ലൊരു എൻകറേജിങ് റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാ കർഷകർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇവിടെ വന്ന് ഇവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കി മത്സ്യകൃഷിയിൽ എല്ലാവർക്കും മുന്നോട്ട് വരാം. മത്സ്യകർഷക വികസന ഏജൻസി എല്ലാ തരത്തിലുള്ള സഹായവും, പ്രത്യേകിച്ച് കുളം നിർമ്മിക്കുന്നതിനും കുളം ശുദ്ധിയാക്കുന്നതിനും അതുപോലെ തന്നെ സൗജന്യമായിട്ടുള്ള വിത്ത്, അതുപോലെ തന്നെ തീറ്റ, ഇൻഷുറൻസ് പരിരക്ഷ എല്ലാം തന്നെ ഈ ഏജൻസി നൽകുന്നതാണ്. മീൻ കുഞ്ഞുങ്ങളെ ആദ്യ 2 മാസം വല കെട്ടി തിരിച്ച് നഴ്സറികളിലാണ് സ്റ്റോക്ക് ചെയ്ത് വളർത്തുന്നത്. കാക്ക, പൊന്മാൻ, കൊക്ക് മുതലായവയുടെ ഭീഷണി തടയാൻ വേണ്ടിയാണ് ഇത്. 50 ഗ്രാം ആയ ശേഷം അവയെ കുളത്തിലേക്ക് ഇറക്കി വിടുന്നു. അതുവരെ തീറ്റയായി പെല്ലറ്റാണ് കൊടുക്കുന്നത്. കുളത്തിലേക്ക് വിട്ടാൽ പിന്നെ പായലും കുളവാഴയും ചീരച്ചണ്ടിയുമാണ് പ്രധാന തീറ്റ.
പുല്ല് ക്രമാതീതമായി വളർന്നു നിൽക്കുന്ന പാടങ്ങളിൽ ഗ്രാസ് കാർപ്പ് മീനുകളെ ഇറക്കുന്നത് വളരെ ഗുണം ചെയ്യും. പുല്ലും പായലും വെട്ടി തിന്ന് ജലാശയം വൃത്തിയാക്കാനുള്ള ഇവയുടെ ശേഷി കൊണ്ടാണ് ഇവയ്ക്ക് ഗ്രാസ് കാർപ്പ് എന്ന പേര് വീണത്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇവയെ പായൽ ജലസസ്യ നിയന്ത്രണത്തിനായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. സസ്യാഹാരി ആയതുകൊണ്ട് ഇവയ്ക്ക് പുറത്തുനിന്നുള്ള ആഹാരവും ആവശ്യമില്ല. കാർപ്പ് മത്സ്യങ്ങൾ ഇതിന് തീറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ നഴ്സറി കെട്ടിക്കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ ഇതിനൊരു പെല്ലറ്റ് കൊടുക്കും. ആ പെല്ലറ്റിന് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നഴ്സറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 ഏക്കർ കോൾ നിലങ്ങളിലാണ് ഇത് വളരുന്നത്. അത്രയും സ്പേസിൽ വളരുമ്പോൾ അവർക്കുള്ള തീറ്റ അതിൽ തന്നെ ഈ ചണ്ടി, ചീരച്ചണ്ടി, അതേപോലെയുള്ള കുളവായ ഇതൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണം. അങ്ങനെയാണ് ഇതിൻ്റെ 1.5 കിലോ 2 കിലോ തൂക്കം വരെ വെക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഗ്രാസ് കാർപ്പ്, കട്ട്ല, രോഹു, അതുപോലെ ഈ സൈപ്പർനസ്, മൃഗാൽ, ഈ മീനുകൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. പിന്നെ തിലാപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശ മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ 250 രൂപ 230 രൂപ വിലയുള്ള ഒരു സംഗതിയാണ് തിലാപ്പിയ. ഗിഫ്റ്റ് തിലാപ്പിയ, അതേപോലെ നൈലോട്ടിക് തിലാപ്പിയ, ഈ 2 മത്സ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത്. പിന്നെ ഗ്രാസ് കാർപ്പ്. ഈ ഗ്രാസ് കാർപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുല്ല് മാത്രം കഴിക്കുന്നൊരു മീനാണ്. സാധാരണ ഈ കറി വെക്കാനും മറ്റു സംഗതികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രാസ് കാർപ്പാണ്. ശരിയായി പരിപാലിച്ചാൽ 7 മാസം കൊണ്ട് വളർച്ചയെത്തുന്ന ഇവയെ വിൽക്കാൻ പാകമാകും. വല കെട്ടി ഓട് ചായറ്റിയാണ് ഇവയെ പിടിക്കുന്നത്. പിടിച്ച മീനുകളെ വിൽക്കാൻ ഫാമിനോട് ചേർന്ന് തന്നെ മത്സ്യോത്സവം എന്ന പേരിൽ വിപണി സംഘടിപ്പിച്ചാണ് വിപണനം ചെയ്യുന്നത്. ഒരാഴ്ച മുൻപേ പ്രദേശവാസികളെയും മീൻ വിൽപ്പനക്കാരെയും മത്സ്യോത്സവം നടത്തുന്ന വിവരം അറിയിക്കും. അതുകൊണ്ട് തന്നെ വിൽപ്പനയ്ക്കും ബുദ്ധിമുട്ടില്ല. ഗ്രാസ് കാർപ്പ്, കട്ട്ല, നട്ടർ, രോഹു, സൈപ്രസ്, വാള തുടങ്ങിയ മീനുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. മാത്രമല്ല ഫ്രഷ് മീനായതുകൊണ്ടും ആവശ്യക്കാർ കൂടും. ഒരു ഹെക്ടർ കുളത്തിൽ നിന്നും 1 ടൺ മീൻ ഉൽപ്പാദിപ്പിക്കാം. ഈ വർഷത്തെ മത്സ്യോത്സവത്തിൽ 1.5 മുതൽ 2 ലക്ഷം ടൺ മീൻ ഉൽപ്പാദിപ്പിച്ചതായി ഫിഷറീസ് വകുപ്പ് അവകാശപ്പെടുന്നു. ജലാശയങ്ങളും പാടങ്ങളും എങ്ങനെ ഉപയോഗപ്രദമാക്കി ലാഭം കൊയ്യാമെന്ന് തെളിയിച്ചു കാണിച്ചു തന്നിരിക്കുകയാണ് ഈ കർഷകർ. ഇവരുടെ വിജയം മത്സ്യകർഷകർക്ക് ഒരു മാതൃകയും ഫിഷറീസ് വകുപ്പിന് ഇനിയും പുതിയ പദ്ധതികളുമായി മുന്നോട്ട് വരാനുള്ള പ്രചോദനവുമാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है
कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിത ഗൃഹകൃഷിയിൽ 3 ദിവസത്തെ പരിശീലനം. സംയോജിത നെൽകൃഷി വികസനത്തിന് 34.5 കോടി രൂപയുടെ പദ്ധതി. കെയർഫെഡ് ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ. കാർഷിക വാർത്തകൾ വിശദമായി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഹരിത ഗൃഹകൃഷിയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ജൂൺ 7 മുതൽ 9 വരെ വെള്ളാനിക്കര ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റ് ഹാൾ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വെച്ചാണ് പരിശീലനം നടത്തുക. ഹരിത ഗൃഹകൃഷിയെക്കുറിച്ചും ഹരിതഗൃഹ നിർമ്മാണം, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, രോഗകീട നിയന്ത്രണം, ഹരിതഗൃഹത്തിലെ സൂക്ഷ്മ ജലസേചനം, ഫെർട്ടിഗേഷൻ, കാലാവസ്ഥാ ക്രമീകരണം, മണ്ണ് പരിപാലനം, വിവിധ വിളകളുടെ പരിപാലനം എന്നിവയിൽ വിദഗ്ധർ ക്ലാസുകൾ എടുക്കും. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പ്രൊഫസർ ആൻഡ് ഹെഡ് CIT മണ്ണുത്തി എന്ന പേരിൽ ഒല്ലൂക്കര SBTയിൽ മാറാവുന്ന 1500 രൂപയുടെ DD എടുത്ത് ഡോക്ടർ P. സുശീല, അസോസിയേറ്റ് പ്രൊഫസർ, ഇൻസ്ട്രക്ഷണൽ ഫാം, KAU പോസ്റ്റ് ഓഫീസ്, വെള്ളാനിക്കര 680656 എന്ന വിലാസത്തിൽ കൊറിയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 7025498850 എന്ന നമ്പറിൽ 9 മണി മുതൽ 4 മണി വരെ ബന്ധപ്പെടാം. സംസ്ഥാനത്തെ നെല്ലുൽപാദന ക്ഷമത ഹെക്ടറിന് 3.2 മെട്രിക് ടൺ ആയി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പ് പദ്ധതി കാലയളവിൽ കൃഷിവകുപ്പ് 34.5 കോടി രൂപയുടെ സമഗ്ര പദ്ധതി നടപ്പാക്കുന്നു. 1.8 ലക്ഷം ഹെക്ടറിൽ സുസ്ഥിര നെൽകൃഷി വികസനം, നെൽകൃഷി വികസന ഏജൻസികളുടെ പ്രവർത്തന പുനരുജ്ജീവനം, പൊക്കാളി, ഞവര, ജീരകശാല, ഗന്ധകശാല തുടങ്ങിയ സവിശേഷ നെല്ലിനങ്ങളുടെ കൃഷി പ്രോത്സാഹനം, ഗ്രൂപ്പ് ഫാമിംഗ് സമിതികൾക്കുള്ള പ്രവർത്തന സഹായം എന്നിവയാണ് പദ്ധതിയിലെ പ്രധാന ഘടകങ്ങൾ. കേരള കാർഷിക സർവകലാശാല, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എന്നിവയുടെ സഹായത്തോടെ പാടശേഖരം അടിസ്ഥാനമാക്കി പഞ്ചായത്ത് തലത്തിൽ കൃഷി ഓഫീസർമാർ ഇതിനുള്ള പ്രവർത്തന രേഖ തയ്യാറാക്കും. കരുനാഗപ്പള്ളിയിലെ സംസ്ഥാന തെങ്ങിൻ തൈ ഉത്പാദന കേന്ദ്രത്തിൽ ഉന്നത ഗുണമേന്മയുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. നേന്ത്രൻ, പപ്പനലു എന്നീ വാഴകളുടെ തൈകളാണ് വിൽപ്പനയ്ക്ക് തയ്യാറായത്. തൈ ഒന്നിന് 20 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0476262090. ഇമെയിൽ വിലാസം senkaranaggapalli@gmail.com. വെള്ളായണി RTT സെന്ററിൽ കർഷകർക്ക് ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ജൂൺ 8 മുതൽ 3 ബാച്ചുകളിലായി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 180 കർഷകർക്കാണ് പരിശീലനം ലഭിക്കുക. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് സൌജന്യ ഭക്ഷണത്തിന് പുറമെ 150 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 047123811763. നാളികേരത്തിൽ നിന്നുള്ള ശുദ്ധവും മേന്മയുള്ളതുമായ കേരഫെഡ് ഉൽപ്പന്നങ്ങളും കേര വെളിച്ചെണ്ണ, കോക്കനട്ട് പൌഡർ, കോക്കനട്ട് മിൽക്ക് പൌഡർ, കേരാമൃതം ഹെർബൽ ഹെയർ ഓയിൽ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 മണി മുതൽ 4 മണി വരെ കല്ലിശ്ശേരി തിരുവണ്ടൂർ കൃഷി ഭവനിൽ നിന്നുമാണ് ഇവ വിൽപ്പന നടത്തുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0472429230, മൊബൈൽ നമ്പർ 9961950958. കായംകുളത്തെ ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27-ാം തീയതി ശുദ്ധജല ഓരുജല മത്സ്യകൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഇനി പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. 250 രൂപയാണ് പരിശീലന ഫീസ്. വിലാസം ഹെഡ് കൃഷി വിജ്ഞാന കേന്ദ്രം, CPCRI, കായംകുളം 690533. ഫോൺ നമ്പറുകൾ 047924499268, 9447790268.
തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമോകഗ്നസി യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ IRA കോമ്പൌണ്ടിൽ വെച്ച് ഈ മാസം 25, 27 തീയതികളിൽ ഔഷധ സസ്യങ്ങളുടെ കൃഷി പരിപാലനം, ഉപയോഗങ്ങൾ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ 2 ഏകദിന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ സൌജന്യമാണ്. കൂടാതെ പങ്കെടുക്കുന്നവർക്ക് ചന്ദനം, കറിവേപ്പ്, മാതളം മുതലായ ഔഷധ സസ്യങ്ങളുടെ തൈകൾ സൌജന്യമായി വിതരണം ചെയ്യും. ഫോൺ നമ്പർ 0412340172. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് കോട്ടയം ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ UP ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ഉപന്യാസ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു. ഈ മാസം 30-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കോട്ടയം ഈരയിൽ കടവിലുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് മത്സരം നടത്തുന്നത്. താൽപര്യമുള്ളവർ 048123022223 എന്ന നമ്പറിലോ 9446060504 എന്ന നമ്പറിലോ വിളിച്ച് ഈ മാസം 26-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, കോഴിക്കോട് 8600 രൂപ, തൃശൂർ 7600 രൂപ. കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5250 രൂപ, തൃശൂർ 5285 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69700 രൂപ, ഗാർബിൾഡ് 72700 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10400 രൂപ, ഈറോഡ് 10600 രൂപ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12200 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12700 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12200 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7600 രൂപ, കൊപ്ര 5215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69700 രൂപ, ഗാർബിൾഡ് 72700 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 180-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 380-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 550-നും 1000-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12200 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 12700 രൂപ. ഒട്ടുപാൽ 7900 രൂപ, ലാറ്റക്സ് 9500 രൂപ. കമ്പോള അവലോകനം. ആഗോള വിപണിയിൽ റബ്ബർ 3 മാസത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞത് കണ്ട് ഇന്ത്യൻ വ്യവസായികൾ ഷീറ്റ് സംഭരണം കുറച്ചു. വ്യവസായികളുടെ പിന്മാറ്റം മൂലം 5-ാം ഗ്രേഡ് റബ്ബറിനും ലാറ്റക്സിനും വില ഇടിഞ്ഞു. ടാപ്പിംഗ് സീസൺ അടുത്തതും ഡിമാൻഡിനെ ബാധിച്ചു. പ്രമുഖ വിപണികളിൽ കൊപ്രയ്ക്ക് ആവശ്യം കുറഞ്ഞത് നാളികേര ഉൽപ്പന്നങ്ങളെ മൊത്തത്തിൽ തളർത്തി. മലബാർ മേഖലയിലും കൊച്ചി, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം കുറഞ്ഞു. ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയിട്ടും ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഉൽപ്പന്ന വില സ്റ്റഡിയായി. പകൽ താപനില ഉയർന്നതിനാൽ ഉത്തരേന്ത്യയിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഡിമാൻഡ് അല്പം കുറവാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.2, 28.1. കൊച്ചി 34.1, 26.3. ആലപ്പുഴ 36.2, 27. പുനലൂർ 34.6, 25.2. തിരുവനന്തപുരം 33.5, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. किसानों के हित में बड़ा कदम, प्रधानमंत्री कृषि सिंचाई योजना। हर खेत को पानी, प्रति बूंद अधिक उपज। सिंचाई के सही तरीकों और जल संरक्षण की नई तकनीकों के साथ बढ़ेगा जमीन का जल स्तर। जिला स्तर पर होंगी सिंचाई योजनाएं। असिंचित क्षेत्रों तक पानी पहुंचाकर बढ़ेगा उत्पादन। भारत सरकार की विशाल योजना प्रधानमंत्री कृषि सिंचाई योजना। किसानों के हित में बड़ा कदम, प्रधानमंत्री कृषि सिंचाई योजना। हर खेत को पानी, प्रति बूंद अधिक उपज। सिंचाई के सही तरीकों और जल संरक्षण की नई तकनीकों के साथ बढ़ेगा जमीन का जल स्तर। जिला स्तर पर होंगी सिंचाई योजनाएं। असिंचित क्षेत्रों तक पानी पहुंचाकर बढ़ेगा उत्पादन।
भारत सरकार की विशाल योजना प्रधानमंत्री कृषि सिंचाई योजना